ഖാദിയെ പോലെയല്ല തഹക്കീമിന്റെ ആള്. ഖാദിക്ക് മഹല്ല് വിലായത്ത് കൊണ്ട് കൈതാണ്. വ്യക്തിയിൽ പരിമിതിയില്ല, വ്യക്തി ആരെയൊന്നും നോക്കുന്നില്ല. മഹല്ല് പരിധിയിൽപ്പെട്ട ഏതൊരാളെയും അടക്കി ഒതുക്കി ഭരിക്കാൻ ആർക്ക് അധികാരം? ഖാദിക്ക്. മുഹക്കമിന്റെ വ്യക്തിയിലാണ് പരിമിതി, സ്ഥലപരിമിതിയില്ല. ആകാശത്തിൽ വെച്ചോ ഭൂമിയിൽ വെച്ചോ കടലിൽ വെച്ചോ കരയിൽ വെച്ചോ നടത്താം. സ്ഥലപരിമിതിയില്ല, ശഖ്സിലാണ് പരിമിതി. പിന്നെ മുഹക്കമ് കെട്ടിക്കുമ്പോ പെണ്ണ് ഇവിടെ വന്നു നിൽക്കണം എന്ന് പറയുന്ന എന്തിനു? പിന്നെ ഖാദിന്റെ മഹല്ല് വിലായത്തിൽ പെണ്ണ് ഉണ്ടായിരിക്കണ്ടേ കെട്ടിക്കുമ്പോ? ഇതേപോലെ മുഹക്കമിനും വേണ്ടതുണ്ടോ? മശ്രിഖിൽ നിന്ന് തഹക്കീമാക്കിയത് മഗ്രിബിൽ നിന്ന് നിക്കാഹ് വെച്ചൂടെ? ഖാദി ഉണ്ടെങ്കിൽ തഹക്കീം വെച്ചൂല എന്ന് മാത്രം. ഇവിടുന്നോ തഹക്കീമാക്കിയത് ഖാദിയുടെ മഹല്ല് വിലായത്ത് വന്നിട്ട് നിക്കാഹ് നടത്തിക്കൂടെ? പെണ്ണിടില്ല, പെണ്ണ് മഹല്ല് വിലായത്തിലില്ല, പെണ്ണാടിയോ? ഇവിടുന്നോ തഹക്കീമാക്കിയത് ഖാദി ഇല്ലാത്തത് കൊണ്ട്. ഖാദിയുടെ മഹല്ല് വിലായത്ത് വന്നിട്ട് ഇവിടുന്ന് നിക്കാഹ് നടത്തിക്കൂടെ? ഇതെന്ന് നിക്കാഹെന്ന് ചോദിക്കാൻ പറ്റോ? തന്നിവിടെ പെണ്ണില്ലാത്തത് കൊണ്ട് ഈ നിക്കാഹിൽ ഖാദിക്ക് റോളുണ്ടോ? തഹക്കീമ് നടത്തണ്ടെങ്കിൽ ഖാദി ഇല്ലാതിരിക്കണം. ഇതെന്താണ് ചർച്ച? തഹക്കീമ് പോലും ഞാനുണ്ടായിരിക്കേണ്ടത് തഹക്കീമ് എന്നോടല്ലേ പറയേണ്ടത്? തഹക്കീമ് ചെയ്തു വെച്ചത് ഖാദിന്റെ മഹല്ല് വിലായത്തിൽ കയറിയതിന് ഒക്കെ നടത്തിക്കൂടെ? ഖാദി വന്നാലും പെണ്ണിനുണ്ടാ? ഏതോ എവിടെയുള്ള പെണ്ണിനെ നിൽക്കാല്ലേ ഇവിടെ വെച്ച് നടക്കുന്നു. അപ്പൊ തഹക്കീമുകാർക്ക് എവിടെയും പോവാ, എങ്ങനെയാക്കാം. പിന്നെ അടുത്ത് വന്ന് നിൽക്കല നല്ലത് എന്നാണ്. തഹക്കീമ് ചെയ്യപ്പെട്ടവനെ കെട്ടിക്കൽ ജായിസാണോ പെണ്ണ് ദൂരെയാണെങ്കിൽ? ഫതാവൽ കുബ്രയിൽ കൊടുത്തണേ വരാൻ പറയണം. ഖാദി വരുത്തുന്നത് പോലെ അത് ലഈഫായ ഖൗലാണ്. മഹല്ല് വിലായത്തിന്റെ ഉള്ളിലേക്ക് കൊണ്ട് നിർത്തണോ? മുഹക്കമ് കെട്ടിക്കുന്നിടത്തേക്ക് പെണ്ണിനെ ഉന്തിക്കൊണ്ടേരണോ? എന്നിട്ട് കെട്ടിക്കണം. അൽ മുഹക്കമ് കൽ ഖാദിയാണല്ലോ, അതുകൊണ്ട് ഇവിടെ വരാൻ പറയണം നിക്കാഹ് നടക്കുന്നിടത്തേക്ക്. ഫതാവൽ കുബ്ര 4311 തുഹ്ഫ അതിനെ ഗണ്ണിച്ച് ഒന്നുമല്ല ഉണ്ടാക്കിയിട്ടുണ്ട്. ആദ്യം എഴുതിയത് വെറും പട്ട്. എന്തിനിടെ വരുന്നു? മഹല്ല് പരിമിതി ഉണ്ടോ ഇവർക്ക്? എന്തിന്? വിലായത്ത് കിട്ടാൻ വേണ്ടിയിട്ടല്ലേ പെണ്ണ് വരേണ്ടത്. എന്തിന് വിലായത്ത് കിട്ടിയില്ലേ പെട്ടെന്ന്? മുഹക്കമ് ഖാദിയെ പോലെയല്ലേ അപ്പോ നിക്കാഹ് നടക്കുന്ന മജ്‌ലിസിന്റെ അടുത്തേക്ക് വന്ന് നിൽക്കണം പോലെ. അപ്പുറത്ത് ഖാദി കെട്ടിക്കുമ്പോ മഹല്ല് വിലായത്തിലേക്ക് പെണ്ണ് മാന്നി വരുന്നില്ലേ? ഖാദിയാണ് വലിയെങ്കിൽ എന്ന് ഖിയാസാക്കിയിട്ട് അല്ല ബാത്തിലും മർദൂദുമാണെന്ന് തുഹ്ഫയിലുണ്ട് ബിഗിയയിലുണ്ട്. മശ്രിഖിൽ നിന്ന് തഹക്കീമാക്കിയത് മഗ്രിബിൽ നിന്ന് എന്താക്കാം? നിക്കാഹ് ചെയ്യാം, ഒന്നുമില്ല. തഹക്കീമ് സംബന്ധമായത് 400 ഇപ്പം വായിച്ചത് 400 അല്ല. ഫതാവൽ കുബ്ര 4311 പറഞ്ഞത് ആ സ്ഥലത്തല്ല. അതുകൊണ്ട് വന്നു നിന്നാ നല്ലതെന്ന് മാത്രം. നിർത്താനായിട്ട് പോണാ വേണ്ട? നീ ഓളെന്തിനാണ്? അധികാരം തന്നു കഴിഞ്ഞാൽ പിന്നെ തഹക്കീമ എവിടേക്ക് പോയാലും തഹക്കീമ് ഓടെയോ? ഇല്ല, എപ്പോഴും തഹക്കീമിൽ തന്നെ ബാക്കിയാവൂലേ? എന്തിനെവിടെ വരുന്നു? ഇവിടെ എന്തിനെടുത്ത്? ആളുകളെ കൊണ്ട് പരിമിതിയാണ് തഹക്കീമിൽ. അതായത് ആരാണോ ഏൽപ്പിച്ചത് അയാളുമായിട്ട് മാത്രമേ കോണ്ടാക്ട് ഉള്ളൂ. നാട് ഏതെന്നില്ല, ഇതേ ആളായാൽ മതി. ആകാശത്തിലോ ഭൂമിയിലോ എവിടെയായാലും ഈ ഏൽപ്പിച്ച രണ്ടാൾ തന്നെയാണ് ബാക്കി, അല്ലേ? പിന്നെന്തില്ല?
ഭൂമി കൊണ്ട് കഴിയില്ല. കാളിക്കോ ഇവിടെ നിന്ന് വന്ന ആള് എന്നുണ്ടോ? ഇല്ല. പിന്നെന്താ പരിമിതി? നാട് മഹല്ല് കൊണ്ട് കൈതാണ്. മഹല്ലില് ഉണ്ടാകുമ്പോൾ മാത്രമേ ആർക്ക് പണിയുള്ളൂ. ഇനിയിപ്പോ 10/362 സൈദാലി ഉസ്താദ് എഴുതി കൊടുത്തത്. ഫതാവൽ കുബ്രയിൽ ഇങ്ങനെ കാണുന്നുവല്ലോ. പെണ്ണ് ദൂരപ്പെടാതിരിക്കൽ സുന്നത്താണ് വലിയവർ. എന്തായാലും പെണ്ണ് അടുത്തെവിടെയെങ്കിലും ഉണ്ടാകല നല്ലത്. പെണ്ണ് കണ്ട. പിന്നെ ഫത്വയിൽ പറഞ്ഞില്ലേ, ശൈഖുന പറഞ്ഞത് പോലും ഖാദി ഉണ്ടായാലും എന്താക്കാൻ പറ്റും, ഹക്കീമാക്കാൻ പറ്റും. തുഫയിൽ ഖണ്ഡിതമാക്കിയിരുന്നു, അധികാരത്തോടെ പറയുന്നു. ശൈഖുന തുഫയിൽ മുഅത്തമദാക്കിയത് 479 സമർത്ഥിക്കുന്നു. ശൈഖുന ശറഹുൽ മിൻഹാജിൽ സമർത്ഥിച്ച് പറഞ്ഞത് ഖാദി ഉള്ളതോടുകൂടി തന്നെ എന്താക്കിക്കോ, ഹക്കീമാക്കിക്കോ. അതാണ് തർസീഹ് എതിർത്തത്. ഒരിക്കലും അത് ശരിയല്ല, അങ്ങനെ മസലയും ഇല്ല. അതാ അതിന്റെ സ്ഥലം നോക്കി തന്നെ നിർണയിക്കുക. ശൈഖുന ഏത് ചെറുകൾ മിന്നാതില പറഞ്ഞതെന്ന് കാണിക്കുക. അവതരിപ്പിക്കുന്നതിൽ അബദ്ധം വന്നത്. ശൈഖുനക്ക് അങ്ങനെ തീരുമാനമില്ല. ശൈഖുന പാടില്ല എന്നുള്ള പക്ഷം തന്നെയാണ്. അമ്മാ ഗൈറുൽ അഹ്ലി മുജ്തഹിദ് അല്ലാത്ത മുഹക്കം, മുജ്തഹിദ് അല്ലാത്ത ആള്. മുജ്തഹിദാണെങ്കിൽ എന്തും കാട്ടിക്കൊന്നു പറയും. ഖാദി ഉള്ളേരോ ഖാദിനെ പുറത്താക്കിയിട്ട് നിങ്ങൾ ഇയാളെ കൊണ്ട് നടത്തിക്കോ. മുജ്തഹിദാണെങ്കിൽ. മുജ്തഹിദ് അല്ലാത്ത ഖാദിമാർ ഇന്നുള്ളതുപോലുള്ള ഖാദിമാർ അല്ലേ, ഫലാ യജൂസു തഹകീമുഹു മാ വുജൂദിൽ അഹ്ലി وإلا جاز ولو في النكاح فإن كان ثم مجتهد كما جزم به شيخنا في شرح المنهاج. ഖാദി ഉള്ളപ്പോൾ തന്നെ എന്താക്കിക്കോ, ഗൈറു അഹ്ലിനെ തഹകീമാക്കിക്കോളി എന്ന് ശൈഖുന ബാബുൽ ഖളായിൽ അക്കമിട്ട് പറഞ്ഞില്ലേ. പക്ഷേ ഫതാവൽ കുബ്രയിൽ പാടില്ല എന്നും പറഞ്ഞില്ലേ. أن المحكم لا يزوج إلا مع فقد القاضي ولو غير أهل. ചാവാളിക്കാളിയാണെങ്കിൽ പോലും അയാളില്ലാത്ത കാലത്ത് മാത്രമേ മുഹക്കമിനെ ഏൽപ്പിക്കാവൂ. ഇങ്ങനത്തെ എന്തെങ്കിലും തടയി പറക്കാനല്ലേ ഖാദി. പിന്നെ അയാൾ ഉള്ളേരം പിന്നെ ശൈഖുന പറഞ്ഞില്ലേന്ന്. ശൈഖുന പറഞ്ഞിട്ടുണ്ട് പോലും. 10/118 ശൈഖുന പറഞ്ഞില്ലേ കെട്ടിച്ചോ. ഫതാവയിൽ കുബ്രയിൽ പറയുന്നു കെട്ടിക്കേ വേണ്ട, പറ്റൂല, ഖാദി തന്നെ വേണം. കെട്ടിക്കാൻ തുടങ്ങുന്നതിന് മുമ്പ് പോയി. ഇനി അവന്റെ വരടിക്കായി. കമാ ജസമ ബിഹി ശൈഖുന ഫി ശറഇൽ മിൻഹാജി എന്ന് പറഞ്ഞ ബാബുൽ ഖളായിൽ പോലും. ലാകിൻ മാ ഇഹാലതിഹി അലാ മാ മറ ഫീ മാബിൻ നിക്കാഹി. ബാബു നിക്കാഹിൽ പറഞ്ഞത് പ്രകാരം എന്ന് ഹവാലയാക്കിയിട്ടുണ്ട്. ഇവിടുന്ന് തടിയൊഞ്ഞു പറയാ ചെയ്തത്, മറ്റോതാക്കല്ല ചെയ്തത്. അപ്പൊ കമാ മറ കമാ അങ്ങേ കിട്ട അങ്ങ് പോയിട്ട് നോക്കണമെന്നാണ്. വലാ യജൂസു തഹകീമു ഗൈരിൽ അഹ്ലി മാ വുജൂദിൽ ഖാദി വഇല്ലാ ജാസ വലൗ ഫി നിക്കാഹി അലാ മാ മറ ഫീഹി. അപ്പൊ പോയി കാട്ടണയില്ലേ. നിക്കാഹിന്റെ ഭാവം നോക്കി നിങ്ങൾ തീരുമാനിച്ചോ. ഇവിടുത്തതല്ല പ്രഖ്യാപനം എന്നാണ്. ബാബുൽ ഖളായിൽ പറഞ്ഞതല്ല പ്രഖ്യാപനം. നിങ്ങൾ ബാബു നിക്കാഹ് ഞാൻ എന്താ പറഞ്ഞ 7,237 പാടില്ല എന്നാണ്. ഇതിനകത്ത് 7,237 പറ്റൂല. അപ്പൊ അതല്ലേ പോയിട്ട് പോകുന്നത്. പിന്നെ അലാമാഫി
അലാമ മറഫീഹി എന്ന് പറഞ്ഞ റിവായത്ത് ഈ സൈനുദ്ദീൻ മഖ്ദൂമിന്റെ കൊട്ടേഷൻ ഇല്ലാണ്ട് പോയാ അലാമ മറ എന്ന് പറഞ്ഞ വേണ്ടേ അതൊക്കെ അങ്ങേക്കല്ലേ പോയി നോക്കണ്ടി അങ്ങ് പോയിട്ട് നോക്കറ അപ്പൊ അവിടെയാണ് തെറ്റ് വന്നതെന്നാണ് പറ്റൂല തന്നെ പണത്തിന്റെ പരിപാടി ഉണ്ടെങ്കിൽ പിന്നെ ഓനെ തള്ളാം, പണം ചെലവാക്കാതെ സമീപിക്കാം. ആ നിലക്കാന്ന് പോലും ചില ആള് കാളി ഉള്ളതോടുകൂടി എന്താക്കുന്നു കാളി ഉള്ളതോടുകൂടി തക്കീമ പറ്റുമെന്ന് ഒരു കൗലുണ്ട് പൊതുവെ തന്നെ. ചെറവൽ മന്നച്ചിരി ഇത് എല്ലാം പറയുന്ന പറ്റൂല. അല്ലാതെ തഹീമാക്കാൻ പറ്റൂല. ത്തിന്റെ കാളിയ എങ്കിലും ഉള്ള കാലത്തോളം അയാൾക്ക് എന്തെങ്കിലും പണി വേണ്ടേന്ന്. പിന്നെ തഹീമൊന്നുമില്ല. അതുകൊണ്ടല്ലേ 237 പറഞ്ഞത് ഫഖദുൽ വലിയൽ ആമി വൽ ഖാസിൻ. ആമായ വലിയും ഇല്ലാണ്ടിരിക്കണം, ഖാദിയും ഇല്ലാണ്ടിരിക്കണം. കൊള്ളുന്നേ എന്തെങ്കിലും കൊള്ളുന്നേ. പിന്നെ മർജൂഹായ ഖൗലുണ്ട് ചെറുൽ മൻഹജിരി. ഖാദി ഉള്ളതോടുകൂടി ദറൂറത്തിന്റെ ഖാദി ഉള്ളതോടുകൂടി ഉണ്ടാക്കാം. കാരണം ദറൂറത്തിന്റെ ഖാദി എന്തിനു കൊള്ളും? ഇത്തഫഖലൈമത്തു ഖാദി പണം ചെലവാക്കിപ്പിക്കുന്നു. എടപ്പാളച്ചുങ്കത്തുനിന്ന് കാറ് പിടിച്ചിട്ട് വരണം പോലും പച്ചരി വാങ്ങാൻ പൈസ ഇല്ലാതെ ആളോട് പറയുന്നു. എന്നാലും ഇവിടുന്ന് തക്കീമാക്കിയാ പോലെ. ഇപ്പൊ നയാ പൈസ ചെലവാക്കേണ്ടി വരുന്നുണ്ടെങ്കിൽ വേണം കാളി. വേണ്ട, ഫ്രീ കിട്ടുന്ന കാളി ഉണ്ടെങ്കിലേ വേണ്ടു. കെഞ്ചന്തന്റെ കാളി വേണ്ട. അതുകൊണ്ടാണ് ഈ കാലത്ത് എന്ത് പറ്റിയത്? പത്താവല്ല ഗണ്യമായിട്ട് പോയത് 237 തുഫന്റെ ആധികാരികത. പറ്റൂല എന്നുള്ളതാ. അധികം വേണമെന്നുണ്ടെങ്കിൽ ഫവായിദുൽ മക്കിയ്യയിലാ നോക്കേണ്ടത്. പിന്നെ നല്ലവണ്ണം ബയാനി ബീഖിയയിലുണ്ട് 207 208 ഹക്കീമെ സംബന്ധിച്ചത്. ബീഖിയ കംപ്ലീറ്റ് അടിച്ചു വാരിയിട്ട് പറയുന്നുണ്ട്. സീഹ എന്താ പറയേണ്ടത്, എങ്ങനെയാണ് ചൊല്ലേണ്ടത്, എങ്ങനെയാണ് പറയുന്ന ക്രമം. യമൻ, യമനിൽ വെച്ച് തഹ്കീം നടത്തി. പറ്റൂ. പെണ്ണിനെ അവിടത്തേക്ക് ഒരിക്കൽ എത്തിക്കാൻ നല്ലത്. എന്തുകൊണ്ടാ ഓള് വരണമെന്നില്ല? എന്റെ വിലായത്തഹു ലൈസത് മുഖയ്യദതൻ ബിമഹല്ലി വബിഹി ഫാറഖൽ ഖാദി ഫഇന്നഹു ലാ യസബിതു ഇല്ലാ മൻ ഫീ മഹല്ലി വിലായത്തിഹി. ഇങ്ങനെ വ്യത്യാസമുണ്ട്. അങ്ങനത്തെ മാറ്റങ്ങളെല്ലാം അതിൽ പറയുന്നുണ്ട് കേട്ടാ. എന്ത് തന്നെയായാലും അവൾക്ക് തീരെ വലിയില്ലെങ്കിൽ അതാണ് കാലവാദു അസ്ലാം ബഹുവല്ലാഹിറു. അതാണ് ഒറ്റ നോട്ടത്തിൽ മനസ്സിലാകുന്നത്. ഇത് തീരെ എന്തില്ല വലിയില്ല. കാലവാദും അങ്ങനെയല്ല. ഉപകാരപ്രദമായ വലിയില്ലെങ്കിൽ, ഉപകാരത്തിന് കിട്ടൂലെങ്കിൽ തന്നെ തഹ്കീമാക്കാം. അതാ സൗകര്യം.
فقال بعضهم يمكن الرجوع إليه സമീപിക്കാൻ പറ്റിയ ഖാദി ഇല്ലെങ്കിൽ അല്ല വലിയില്ലെങ്കിൽ തീരെയില്ലെങ്കിൽ എന്നാണെന്ന് പറഞ്ഞു. അപ്പം പിന്നെ കുറേ വലിയ ശർത്തായി പോയി. തീരെ വഴിയില്ല. യുംകിനു റുജൂഉ ഇലൈഹി ആയ രൂപത്തിൽ വലിയ ഇല്ലെങ്കിൽ തഹ്കീമാക്കാം. യുംകിനു റുജൂഉ ഇലൈഹി ഐ യസ്കുനു ആദതൻ. ആ രൂപത്തിൽ വലിയ കിട്ടുന്നില്ലെങ്കിൽ എന്താക്കാം? ജാസലഹ, അവൾക്ക് അനുവദനീയമാണ് കൊടുക്കൽ. അവൾ മാത്രം പോരാ, ഖാത്തിബ് വേറെയും ഏൽപ്പിക്കണം. അവനിക്ക് ഏറ്റുവാങ്ങാനുള്ള ഒരു മബുദ് കിട്ടാൻ നിങ്ങളാണ് കെട്ടിക്കണ്ടത് എങ്കിലേ എനിക്ക് കബൂൽ ചെയ്യാൻ കഴിയുള്ളൂ. കബൂൽ ചെയ്യാനുള്ള അത്താണിക്ക് വേണ്ടിയിട്ടാണ് പുതിയാപ്പള തഹ്കീമാക്കുന്നത്. കെട്ടിച്ച് കിട്ടാൻ വേണ്ടിയാണ് പെണ്ണ് തഹ്കീമാക്കുന്നത്. ജമാനും മക്കാനും അല്ല, ഐലൻ എന്നതിന്റെ അർത്ഥമാണ്. എന്നല്ലേ പറഞ്ഞേ. يكسر في الجد وفي النسب معا. 1041 معرب مبني بابل. الاسم منه معرب ومبني لشبه من الحروف مودن كشبه الوضع ഏൽപ്പിക്കേണ്ടത് ഇലാ മുജ്തഹിദിന്റെ അതിലുണ്ട്. വലിയ പണ്ഡിറ്റുണ്ടെങ്കിൽ അവിടത്തേക്ക് പോകണം. മുജ്തഹിദുള്ള കാലത്തോളം ഓർഡിനറി പറ്റൂല. ഈ കാലത്ത് ഏതായാലും പറ്റും. മുജ്തഹിദ് 300 ശേഷം മൗജൂദായിട്ടില്ലല്ല. അതിലാവണം എന്നേ ഉള്ളൂ. എന്നിട്ട് മുൽഖീൻ ഇമാം പറയുന്ന അല്ലാമത്തു ദുനിയ അതും നടക്കൂല. ഇപ്പോ അതിലെവിടെ ഉള്ളത്? അവിടത്തേക്ക് എത്തി പോലും. അല്ലാമത്തു ദുനിയ മുൽഖീൻ പറയും, എടാ തെമ്മാടിനെ തഹ്കീമാക്കിക്കോ. പിന്നെന്താ വേണ്ടി? അതിന് എന്ന് പറയാൻ പറ്റിയ തരീഫ് സാദിഖായ ആളവിടെ മുജ്തഹിദ് തന്നെ വേണം. ആ കാലഘട്ടത്തിൽ പറഞ്ഞതാ. മുജ്തഹിദൊന്നും വേണ്ട, അതിലായാ മതി. അതിലും വേണ്ട, അതിലില്ല. ഒരു ഷഹാദത്തിനും പറഞ്ഞില്ലേ, ഇതാ അമ്മൽ ഫിസ്കോ, ഫിസ്ക് അഹമായാൽ കൊള്ളുന്ന ആളുകൾ സാക്ഷി നിന്നോളിയും. വിലായത്തിന്റെ അടുത്തും പറഞ്ഞില്ലേ. പിന്നെന്തേ? ആ മസലക്കാണ് ഇപ്പൊ ചിലവധികം. തെമ്മാടിയും മതിയാവോ? അതിൽ തന്നെ വേണോ? അവിടെയാണ് ഇപ്പൊ ചോദ്യം. അൻഫതാവൽ മുൽഖീനി അല്ലാമത്തു ദുനിയ മുൽഖീനി പറയുന്നു ജവാദു തഹ്കീമുൽ മുഖല്ലിദി ഗൈരില്ലദി. പക്ഷേ മഹഫഖദി ഖാദി അനി ഖാദി ഇല്ലാണ്ടിക്കണം. വകഫാ ബിഹി സലഫ. മുൽഖീനി തന്നെ പോലെ മറുപടിയാകാൻ. വകഫാ ബിഹി സലഫ 208 പ്രകാരം ആർക്കെങ്കിലും തഹ്കീമാക്കി കൊടുക്കുന്നത്. പൈസ ബിജുഹ ആ മുഹക്കമ കെട്ടിക്കാം മുജ്തഹിദായി എന്ന കാരണം കൊണ്ട്. മുജ്തഹിദായല്ലോ വജൂദിൽ ഹാകിമിൽ മുജ്തഹിദ്. ഇനിയെല്ലാം കണക്ക് തന്നെ. മുജ്തഹിദായാൽ ഇനി ഖാദിന്ന് പെയിന്റ് അടിച്ചാലും അല്ലെങ്കിൽ ബഹുമാനം കിട്ടേണ്ട കിട്ടി, മുസാവിയായി. നീ എന്താക്കാം? മുജ്തഹിദായ ഖാദി തന്നെ ഉള്ളതോടുകൂടി അവനെ ഇരുത്തിക്കൊണ്ട് എന്താക്കാം? കാരണം ഇതുവരെ ഖാദിനെ പോലത്തെ ആളെന്നെ നാട്ടിലുള്ള വിലായത്ത് കിട്ടിയില്ല എന്നല്ലേ ഉള്ളൂ. മുജ്തഹിദല്ലേ ഈ മുഹക്കം. ഷാഫി ഇമാമിനെ പോലത്തെ അല്ലെങ്കിൽ അബൂ ഹനീഫ ഇമാമിനെ പോലത്തെ മാലിക് ഇമാമിനെ പോലത്തെ ആള് വന്നാൽ ഇവിടെ ഖാദി തന്നെ ഉണ്ടായാലും ഓന്റെ മുമ്പിൽ നമ്പേണ്ടതുണ്ടാ? ഇതാരാ വന്ന മുഹക്കം? സാധാരണ അതിലേക്ക് മുട്ടുകൊടുക്കാം.
ഔ ഇലാ അദിലിൻ ഗൈരി മുജ്തഹിദ് എന്താ മുജ്തഹിദ് അല്ലാത്ത അതിലേക്കും തഫ്വീലാക്കാം വലൗ മാ വുജൂദി മുജ്തഹിദ് ഗൈരി ഖാദി അല്ലാത്ത മുജ്തഹിദ് ഉണ്ടെങ്കിലും ഒരു അലാമത്ത് ദുനിയുണ്ട് പോലും ഇവിടെ കെട്ടിക്കുന്നതിന്റെ മുമ്പിൽ ഖാദിയല്ല മുജ്തഹിദ് എന്നാൽ പോലും ഓർഗനൈക്ക് എന്താക്കാം തപ്പിപ്പോലെ അതില്ലേ വിട്ടുകൊടുക്ക സാധാരണ ലോക്കൽ യൂണിറ്റ് ഇത് സാധാരണ ലോക്കൽ യൂണിറ്റ് തക്കീമും കൊണ്ടുവന്നത് പോലും ഇവിടെ നാട്ടിൽ പഠിച്ച ആളുണ്ട് പോലും മുജ്തഹിദ് ഭയങ്കര ഖാദിയല്ല എന്നാലും പൈസ പിറ്റുക നാട്ടിന്റെ അധിപൻ ഉണ്ടാകുമ്പോ പിന്നെ പുറത്തുനിന്ന് ആള് കയറി വരാൻ പാടില്ല. മുജ്തഹിദ് അല്ലാതെ ആള് മുജ്തഹിദ് വന്നാ പിന്നെ ഒന്നമ്പിൽ സമീനാവാത്തതിൽ തന്നെ അല്ലേ എല്ലാ സ്ഥാപനാക്കണ്ടേ. ഇനി നമുക്ക് പുറത്തുനിന്ന് വന്നത് സാധാരണ അതില് ഹിന്ദിക്ക് നല്ലോണം ചിന്ത എന്ന് പറഞ്ഞാൽ അങ്ങാണ്ട് എന്ന് ചിന്തിച്ചാൽ നിങ്ങൾ കിതാബൊന്നും വെക്കണ്ടെന്ന് നിങ്ങൾ തല കൊണ്ട് തന്നെ എന്താക്കിയാൽ മതി. തല കൊണ്ട് തന്നെ ആലമുൽമലക്കൂത്ത് വരെ ചിന്തിച്ചാൽ കൊള്ളാനാവില്ലേ. വീട് തെരഞ്ഞാൽ കിടന്നാൽ മതി ഓവർലോഡാണെങ്കിൽ കിതാബ് കൊച്ചിരിക്കും ചന്തക്കിരിക്കുമ്പോൾ ഇക്കലി വാർത്ത പോലെയല്ല. കിതാബൊന്നും വേണ്ട. ഇങ്ങനെ അമ്പാത്തിന് കൈവാഹിയാത് ഇത് കഴിയുമ്പോ അപ്ലോഡിങ് ആണത്. ഹക്കീമോ അല്ലെങ്കിൽ ഏതോ ഒരു ഹൈലിൻ്റെതോ അല്ലെങ്കിൽ ഏതെങ്കിലും മക്കാലത്തിന് ഏതോ മസലയായിരിക്കും എന്താകുന്നത്. ഒരേ ഒരു ചോദ്യം, അത് ഈ നാട്ടിൽ എന്തെങ്കിലും ഉള്ളത് ആറ്റിപ്പറക്കാനല്ലേ ഈ കാലിനെ വെക്കുന്നു. ഈ കാലിന് ഉണ്ടാകുമ്പോൾ നിങ്ങൾ എന്തിനാ പുറത്തുനിന്ന് ആളെ ഏൽപ്പിച്ചത്? ഞാനില്ലേ? അതാണ് ചോദ്യം. അതാണ് വ്യക്തമത് 7:237. നീയായി പറയും എടാ കാലി കൊള്ളരുതോ കൊള്ളാത്തതോ അത് നിങ്ങൾ തിരഞ്ഞെടുക്കുമ്പോൾ നോക്കേണ്ടതാണ്. അത് ഉണ്ടാകുമ്പോൾ പിന്നെ നിങ്ങൾ എന്തിനാ ഒരു അതിലുകാരനെ കൊണ്ടാകുന്നത്? അതിലുകാരൻ ഇവന്റെ മുമ്പിൽ ആരുമല്ല. പിന്നെ നിങ്ങൾ പറ്റും പറഞ്ഞില്ലേ? പറ്റും എന്ന് പറഞ്ഞതൊക്കെ മുജ്തഹിദ് വന്ന സ്ഥിതിയില്ല. മുജ്തഹിദ് വന്ന പിന്നെ ചിലയാള് വക്രമായിട്ട് ചിന്തിച്ചത് കാവി ഉണ്ടെങ്കിൽ തേക്കാൻ പറ്റൂല എന്ന് പറഞ്ഞത് ആ കാവി മുജ്തഹിദാണെങ്കിൽ പോലും അയ്യോ ഗൈറഹിലിന്നാ പറഞ്ഞത്. മുജ്തഹിദ് അല്ലാതെ കാവി ഉണ്ടാകുമ്പോൾ തന്നെ മുജ്തഹിദ് അല്ലാതെ ഒരാള് എന്തായിട്ട് ചമയാൻ പാടില്ല. എന്നെ കൊണ്ടാവൂല, കാവി ഉണ്ടല്ലോ. കാവിയെ സൈലന്റ് ആക്കാനുള്ള പരിപാടിയാവൂലേ? കാവിക്ക് മാറി വെക്കലാവൂലേ? പിന്നെ എന്തിനാ ഈ നാട്ടിലൊരു കാവി? അങ്ങനെയാണ് നിങ്ങൾക്ക് പറ്റിയ ഉസ്താദിനെ ഞാൻ കൊണ്ടുവരണം. ഈ നാട്ടിൽ എന്തിനാ വേണ്ട കാവി? എന്നാ പെണ്ണിനെ പിടിച്ച് നീക്ക്, എന്നിട്ട് അക്കിമാക്കിക്കോ. പെണ്ണ് ഈ കാവ്യയുടെ മയന്റെ വിലായത്തിലാണെങ്കിൽ ഈ കാവ്യല്ലേ ഉണ്ടേണ്ടതും പറയേണ്ടതും കെട്ടിക്കേണ്ടതും. പിന്നെ നിങ്ങൾക്ക് ഈ കാവ്യനെ തടയണമെന്നുണ്ടെങ്കിൽ ഒരേ ഒരു മാർഗേ ഉള്ളൂ, അരക്കിച്ചോളണം, പെണ്ണിനെ കിക്ക്. അപ്പൊ ഇവന്റെ മയന്റെ വിലായത്തിൽ നിന്ന് പോയി. ഇനി ഈ കാവ്യക്ക് ഈ പെണ്ണിന്റെ മേലെ കോണ്ടാക്ട് ഉണ്ടോ? ഇല്ല. ഇങ്ങനെല്ലാം ചെയ്താൽ മതി. ചിന്തിക്കാനാകാൻ പത്തും വേണ്ടി വേറെ പോയി, എല്ലാം പോയി, എല്ലാം ഓഫായി. ചാവാളിയാണ്, ഉപ്പായിട്ടിട്ട് കാവിയായതാണ്. എന്നാലും പുറമേ നിന്ന് മുജ്തഹിദല്ലാതെ ഒരാളാ ഇവിടെ കയറ്റാൻ പറ്റോ?
ഞാൻ വെട്ടിത്തിളക്കിയിട്ടുണ്ട്. ചെറുവലിയ നോക്ക് ഫതുൽ ജവാദ്. പിന്നെന്താ വേണ്ടി? പിന്നെ ഫതുൽ ജവാദിൽ തെളിയിക്കുകയും തൊയ്ഫ ഓക്കെ ചെയ്യുകയും ചെയ്തില്ലേ? ഇതിലെ എടുക്കണ്ടി. പിന്നെ ബാബുൽ ഖലായിൽ ഷെയ്ഖിനെ പറഞ്ഞെന്നാ പറയുന്നു. അതാ ഈ നിലവിലുള്ള ഖാദിയെ കൊണ്ട് സാമ്പത്തികമായ നഷ്ടം വരുന്നുണ്ട്. പെണ്ണിന് ഒന്നിനും കൊള്ളൂല, വെറുതെ ഖാദിയാക്കിയെന്നല്ല. എന്നാലോ ഹാക്കിമോ لها وكل كما حدث الآن فيتجه أن لها أن تولي عدله مع وجوده. ഇവനെ അവർ മൈൻഡാക്കിയിട്ട് എന്താക്കാം? പറ്റൂ. ഇതിനെ കൊണ്ട് കാര്യമില്ല. സാമ്പത്തികമായി ഞാൻ ഒടുങ്ങിപ്പോകും. ഒരു മംഗലം കഴിയുമ്പോഴേക്ക് നമ്മൾ ഇത് എടുത്തുണ്ടാക്കണ്ടി. നയാ പൈസ ആളോട് പിരിച്ചിട്ട് മംഗലാക്കാനാണ് നോക്കുന്നത്. നോക്കുമ്പോഴേക്ക് പറയുന്നത് തിരുവനന്തപുരത്ത് നിന്ന് വണ്ടി പിടിച്ച് കൊണ്ടായിരുന്നു പോലെ 70,000 രൂപ ചെലവ് പോകും. എന്നാലും നോക്കണം. ചെറവൽ മാനേജ് പറഞ്ഞത് അങ്ങനെയല്ല. ഖാദി ഉള്ളേരം തന്നെ എന്ത് പറ്റും? തേക്കും പറ്റുന്ന ചെറവൽ മാനേജ് പറഞ്ഞു. ഈ കാലഘട്ടത്തിലും പറ്റും. കാരണം ഖാദി എന്ന് പറഞ്ഞാൽ അങ്ങനെ പറയാൻ മാത്രമില്ല. എല്ലാവരും കൊടിയാതെ ഇത് മുളക്കാൻ തന്നെയാണ്. അതുകൊണ്ട് ഇങ്ങനെ കഴിപ്പോ അത് മറച്ചുകാന്ന് പറയും. പറ്റൂല എന്നുള്ളതാണ് വ്യക്തമത്. ഖാദിക്ക് സ്റ്റേ ചെയ്യാന്നാണ്. ഇങ്ങനെ തേക്കി നടത്തുമ്പോൾ ഞാനുള്ളായിരുന്നു ഇങ്ങനെ യോഗ നടത്തിയിരുന്നാണ്. എന്ത് ചെറവൽ മാനേജ് ചെയ്യുന്നത്? എനിക്ക് കയറിക്കൂടെ? ഇവൻ പൈസ വാങ്ങിയത് കൊണ്ട് ഇവൻ സസ്പെൻഡായി എന്നാണോ ഇതിന്റെ അർത്ഥം? പൈസ വാങ്ങൽ ജായിസായ ഖാദിയായാൽ ഖാലിസ്ഥാൻ ഏറ്റെടുക്കുമ്പോൾ തന്നെ പറഞ്ഞു ഞാൻ കൈക്കൂലി വാങ്ങുന്ന ആളാണ്, കണ്ടമാനം ജനങ്ങളോട് പൈസ ഞാൻ വസൂലാക്കും എന്ന് പറഞ്ഞിട്ടാ ഖാലിസ്ഥാനം ഏറ്റത്. എന്നോ സസ്പെൻഡ് ആവോ? കള്ളക്കെടുത്തായിട്ട് കൈക്കൂലി വാങ്ങിയാലേ സസ്പെൻഡ് ആവും. ഇത് സസ്പെൻഡായ വകയിലാണോ ഓനെ മാറ്റി നിർത്തിയത്? ഞാൻ സസ്പെൻഡ് ആയിട്ടില്ലെങ്കിൽ തന്നെ പെണ്ണിന്റെ ക്ലേശം കണക്കിലെടുത്തിട്ട് എന്താക്കാം? പൈസ അവനെന്താവൂല എന്ത്? പിന്നെ അടിമ മുത്തവല്ലി അറിഞ്ഞിട്ടുണ്ട് വാങ്ങുമെന്നുള്ളത്. അതേ കണ്ടീഷനാക്കിയിട്ടുണ്ട്. തൗഹീദത്തിന്റെ നേരത്ത് തന്നെ ഞാൻ പൈസ വാങ്ങാതെ ഒരു കാര്യവും നടത്തി കൊടുക്കൂല. കരിഞ്ഞെന്തൊക്കെ ഞാൻ കഴിഞ്ഞത്ര എന്റെ പൈസ ഞാൻ ഉണ്ടാക്കും എന്ന് പറഞ്ഞിട്ട് അങ്ങനത്തെ ആളെ നോക്കിയിട്ട് നിർത്തിയതാണ്. എന്നാൽ സസ്പെൻഡ് ആവോ? ഓൻ സസ്പെൻഡ് ആയിനോ? ഓൻ കുറ്റക്കാരനാണോ? ഓൻ്റെതല്ല നമ്മൾക്ക്. നമ്മളെ കറ്റൻ നമ്മ നോക്കുന്നു അല്ലേ? തഹ്കീമ് നിബന്ധനയുണ്ടോ? തഹ്കീമുകാരൻ പെണ്ണ് ഉള്ള സ്ഥലത്തായിരിക്കേണ്ടതുണ്ടോ കെട്ടിക്കുമ്പോ? ഖാദിക്കുണ്ടല്ലോ അങ്ങനെ കാര്യമില്ലാണ്ട് കെട്ടല്. മഹല്ല് വിലായത്തിന്റെ ഉള്ളിൽ ആര് വരണം? ആ ഒരു ഇഞ്ച് പുറത്തായി പോയി പറ്റോ? ഇല്ല. അതുകൊണ്ടല്ലേ പെണ്ണി ഉന്തിക്കൊണ്ടേന്ന്. അങ്ങനെ ഉണ്ട്. നിന്നെ ഞാൻ കെട്ടിക്കേണ്ടത് ഞാനാണ് കൈക്കാരനെ, അതുകൊണ്ട് എന്റെ മഹല്ല് വിലായത്തിന്റെ ഉള്ളിൽ വന്ന് നിൽക്കുന്നല്ലേ? ഇല്ലതാ പ്രത്യേകം പറഞ്ഞിട്ടാ മശരിഖിൽ നിന്ന് തഹ്കീമാക്കി കെട്ടിച്ചത് മഹരിമിൽ നിന്ന് പോലും. എന്തായാലും വേണ്ടിയില്ല. ഞമ്മക്ക് അങ്ങനത്തെ ഒരു കണക്കുമില്ല. ഇതിലെ ഖാദി അവന്റെ കഴിവുകൊണ്ട് കെട്ടിക്കുമ്പോൾ ഈ രക്ഷിതാവിന് ചൊല്ലിക്കൊടുക്കുന്ന കഥയല്ല പറയുന്നത്. രക്ഷിതാവിന് ചൊല്ലിക്കൊടുക്കുന്നില്ലേ? അതേത് മഹല്ലിലാത്തി പോയിട്ട് ചെയ്തൂടെ? അതല്ല പറഞ്ഞത്. ഖാദി കെട്ടിക്കൽ എന്ന് പറഞ്ഞാൽ എന്താണ്? പുതിയാപ്പിള ഇതന്നെ ആകണമെന്നേ ഉള്ളൂ. പെണ്ണാട വരെ വേണ്ട. മശ്രിഖിൽ നിന്നാക്കിയത് മഗ്രിബിൽ നിന്ന് നടത്തി കൊടുത്താലും മതി. തഹ്കീമ് പിൻവലിക്കാതെ കാലത്തോളം. ഇന്നെ തഹ്കീമാക്കണമെന്നില്ല. ആക്കിയ തഹ്കീമ് പിൻവലിക്കാണ്ടിരുന്നാൽ മതി. ഔ യുഫ്റഖു ബിഅന്ന വിലായത്തുൽ ഖാദി മുഖയ്യറത്തുൻ ബിമഹല്ലിൻ ഫലം തുജാവിസുഹു ബിഖിലാഫി വിലായത്തി ഹാദാ ഫഇന്ന മനാതഹ ഇദ്നുഹാ ലഹു ബിശർത്തി. ഫഹൈസു ഉജിദ
ഇവിടാണ് زوجها وإن بعد محلها എവിടാണെങ്കിൽ സമ്മതം കിട്ടിയാൽ പിന്നെ എവിടുന്ന് കെട്ടിക്കാം. അതുകൊണ്ടാണ് ഈ ഇതിൽ കൊടുത്ത ഫത്താവൽ കൂറിന്റെ 4311 അംഗീകരിക്കില്ല എന്ന് പറഞ്ഞത്. നല്ലതാന്ന് പറയുന്നുണ്ട്. ഇങ്ങനെ ഒരു ഇല്ലെങ്കിലുള്ളത് കൊണ്ട് ഓണം കൂടി ഉണ്ടായാൽ ഇവർ ഈ രൂപത്തിലാണ് ചിന്തിച്ചത്. കാളിക്ക് പോലും ഉണ്ടല്ലോ മഹല്ല് വിലായത്തിന്റെ പുറത്ത് പോയി കൂടെ പെണ്ണിന് കെട്ടിച്ച് തീർന്നവരെ എങ്കിലും മയക്കമാവില കൊണ്ട് പാലിക്കണ്ടേ അങ്ങനെ വിചാരിച്ചിട്ട് പറഞ്ഞതാണ്. ഓക്കെ, വേണ്ടേ വേണ്ടേ വേണ്ടെന്ന് നല്ല നോട്ടം 7,237 ഉണ്ടില്ലേ? കുല്ലും മുഹ്തമൽ വസാനി അക്റബു വസാനി അക്റബ് കണ്ടോ? ആ ആദ്യത്തതും മുഹ്തമലായത് കൊണ്ടാണ് അവളെ വർത്തിക്കൽ വളരെ നല്ലത് എന്ന് പറഞ്ഞത്. പിന്നില്ലേ മുഹ്തമൽ ഇങ്ങനെ പറഞ്ഞിട്ടുണ്ടല്ലോ. പുല്ലും മുഹ്തമൽ ഇപ്പുറത്ത് ആക്കുമ്പോൾ പുല്ലിട്ടിട്ട് പറയുമ്പോൾ മജ്ഹൂല് കൊണ്ട് വായിക്കണം. ആ അലങ്കാരത്തിൽ തന്നെ പറഞ്ഞിട്ടുണ്ട് പുല്ലും മുഹ്തമൽ. ഇത് മുഹ്തമലല്ല, ഇത് മുഹ്തമല. അതും കൂടി മുഹ്തമലാകുന്നുണ്ട്. ഇതാണ് കൂടുതൽ അഖ്റബ് അഖ്റബിലൽ ഹഖി. അഖ്റബ് ഇപ്പുറം വരുമ്പോൾ പുല്ലും മുഹ്തമൽ എന്ന് വായിക്കണമുണ്ട്. കളിയാക്കല്ല വേണ്ടത്. പെണ്ണ് കെട്ടിക്കാൻ പാടില്ല എന്നല്ലേ നേരത്തെ പറഞ്ഞേ. ബഹറജ പുറത്തു പോയി തുസഫിജു തുസഫിജുന്നില്ലേ 236 എന്ന കൈത് കൊണ്ട് പോയി. ആ പെണ്ണിന്റെ നിക്കാഹ സംബന്ധമായ ഒന്നും കൊണ്ടിക്കൂടാന്നുണ്ടാ. ഒരു പെണ്ണിനോട് ഒരു പുരുഷൻ പറഞ്ഞു എന്നെ മകളെ കെട്ടിക്കാൻ ഇന്നയാളുണ്ട്, അയാളോട് കെട്ടിക്കാൻ പറയൂ, ഞാൻ പറഞ്ഞു എന്ന് പറ. പറഞ്ഞത് 236 എന്ന കൈത് കൊണ്ട് നിക്കാഹിന് സഹായിക്കാൻ വരെ പറ്റൂല എന്നാ. ഏത് പറ്റൂ? ഒരു പുരുഷൻ ആരോടാ പറഞ്ഞത്? തന്റെ മകളെ കെട്ടിക്കാൻ ഒരാളെ കണ്ടിട്ട് പറയണോ ഇത് പറഞ്ഞ് അയാൾക്ക് കെട്ടിക്കാൻ കഴിയുന്നില്ല, നിങ്ങളൊന്ന് സഹായിക്കോ, നിങ്ങളൊന്ന് പോയിക്കോ, പോയിക്കാണി, നിങ്ങളൊന്ന് ചെയ്താണി. പറ്റൂലേ? അത് വക്കല മൗലിയത്തഹു, അല്ലെങ്കിൽ തന്റെ രക്ഷിതാവിനോട് പറഞ്ഞു പെണ്ണ്, അല്ല അത് വക്കല മൗലിയത്തഹു, മൗലിയത്തിനോട് പറഞ്ഞു ഞാനാ കെട്ടിക്കേണ്ടത്, ഞാനുണ്ടാവില്ല, നീ എന്നെ എന്താക്ക് ഒരാളെ കണ്ടിട്ട് പറയും ഉപ്പാക്ക് ബദലെന്താക്കണം. എന്നിട്ട് ഓള് മുണ്ടി ഉപ്പ ഉണ്ടാവില്ല, ഇന്നിപ്പ ലീവാന്ന് പോയി കൊണ്ട് നിങ്ങൾ കൈ കൊടുക്കൂലേ എന്നെ കെട്ടിക്കാൻ? അത് വക്കാലത്തിന്റെ ഭാഗം പറയുന്നുണ്ടല്ല. വക്കാലത്ത് കൊടുക്കുമ്പോ അങ്ങനത്തെ കണക്കൊന്നും ഇല്ല, വേണ്ടതും വേണ്ടാത്ത എല്ലാവരും പറഞ്ഞിട്ടുണ്ട്. വലമിയക്കുന്നാണ് നിന്റെ വകയായിട്ട് എന്ന് പറഞ്ഞു വേണ്ട, എന്റെ വകയായിട്ട് ഒന്നിക്കൊന്നും ഉണ്ടാണ്ടിക്കണം. നിന്റെ വകയായിട്ട് എന്ന് പറയുമ്പോ എല്ലാം പോയി, ഓൾക്ക് അധികാരമുള്ള മേസ്തരിയാവും. പിന്നോട് എന്റെ വകയായിട്ട് എന്ന് പറയാം. സ്വഭാവം അക്കാല എന്നീ ഒന്നിക്കൽ എന്റെ വകയായിട്ട് എന്ന് പറയാ, അത് ആമത്തിലാക്കാം. അല്ല ഒന്നും കൊണ്ടണ്ട, പിന്നെ എന്ത് മുണ്ടിപ്പോണ്ട. എന്റെ വകയായിട്ട് ഒരാളെ കണ്ടെത്ത്. ഓള വക എന്നൊന്ന് നോക്കണ്ട, അങ്ങനെ ഒരു വക. ഇപ്പൊ വക്കലത്ത് വക്കീലു കാരണം വെറും മെസ്സഞ്ചർ മാത്രമാണ്. സാധാരണ ലോക്കൽ ഓളൊന്നും ഈ നിക്കായന് ഒന്നുമില്ല, ഓക്കൊന്നുമില്ല. സഫീറത്ത് മഹ്മ സ്ഥാനം കൊണ്ട് നാം ബലാക്കപ്പെട്ടാൽ ഭരണകൂടം പിടിച്ചിട്ട് ആർക്ക് ഡ്യൂട്ടി കൊടുത്ത് അങ്ങനെയും വരുമല്ല, വന്നുകൊണ്ടിരിക്കുന്നുണ്ടല്ല.
മുസ്ലിം രാജ്യത്ത് തന്നെ അങ്ങനെ വന്നു. ഖാളിയാക്കിയിട്ട് ആരെ നിർത്തി? അയ്യോ, നഫദ തസ്വീജുഹാ ലിഗൈരിഹാ, നഫദ തസ്വീജുഹാ ലിഗൈരിഹാ. ഇതിനാക്കാൻ പറ്റില്ല. ബകദാ ലൗ ദബജത്ത് കാഫിറത്തുൻ കാഫിറത്തൻ. എന്താണ് ആ കാഫിറത്ത് കെട്ടിക്കുന്നു? ഓളെ വകുപ്പ് അറിയല്ലോ ഓള്. അത് ചെയ്തൊന്നല്ല, അവിടുന്നല്ലേ ഓൾക്ക് അങ്ങനെ ഹാജാക്കാൻ കഴിയുള്ളൂ. ദാറുലാബ് ചെയ്തൊന്നല്ല. ഓള് വന്നിട്ട് കൂടി ഞാനാ കെട്ടിക്കും, ഞാനല്ലേ ഇവന്റെ അമ്മ, ഈ പെണ്ണിന്റെ അമ്മ ഞാനല്ലേ എന്ന് പറഞ്ഞിട്ട് ഇസ്ലാമിന്റെ ശേഷവും ഇതേ നിക്കാഹ് മതി. മാറ്റേണ്ടതുണ്ടോ? അവരുടെ നിലപാടനുസരിച്ച് അവർ ചെയ്യും. പെണ്ണിന് നിക്കാഹിന്റെ വക്കാലത്ത് പറ്റൂല എന്ന് പറഞ്ഞില്ലേ? ഇതിന് വക്കാലത്തിന്റെ രൂപത്തിൽ പുറപ്പെടുവിച്ചൂടെ? ഇതിന് ഇങ്ങനെ പെണ്ണിന് വക്കാലത്ത് കൊടുക്കാനുള്ള അധികാരം ഇല്ല പോലും, സ്വന്തം കഴിവില്ലാത്തത് കൊണ്ട്. അവൾക്ക് നിക്കാഹിന്റെ സമ്മതം പുറപ്പെടുവിക്കണം പോലും, അത് വക്കാലത്തിന്റെ സീലയിലൂടെ പുറത്തേക്ക് വന്നൂടെ? പറ്റൂലേ? വക്കാലത്തിന്റെ സീലയിലൂടെ പുറപ്പെടുവിക്കാം. വലിയ പെണ്ണിന് വക്കാലത്തിന്റെ അധികാരം ഇല്ല എന്നല്ലേ പറഞ്ഞു? ഓൾക്ക് നിക്കാഹ് ചെയ്ത് കൊടുക്കാനുള്ള അധികാരം ഇല്ലാത്തത് കൊണ്ട് അവളുടെ വക്കാലത്തല്ല. ഇത് കെട്ടിക്കാൻ സമ്മതം തന്നെയാണ് എന്ന് അറിയിക്കുന്നു. ഞാൻ സമ്മതിച്ചു എന്ന് പറയുന്നതിന് പകരം ഞാൻ ഏൽപ്പിച്ചു എന്ന സീക, ഒരു ലേറ്റസ്റ്റായ സീക പുറപ്പെടുവിച്ചതിന് പോലും എന്നാ ഇതിനാവൂലേ? അതെന്തായിട്ട് പരിഗണിക്കും? കമായത്തി 246 ഇവിടെ മറിച്ചോ 246 വക്കാലത്തിന്റെ ശബ്ദം വരുമ്പോഴൊക്കെ തന്നെ പോയി 246 വക്കൽത്തു ഫീ തസ്വീജി എന്ന് പറഞ്ഞാൽ അത് ഇതിനായി എത്ത പറവും 246 കേട്ടാ കാണുന്നില്ല. അത് ഇതിനാണ് വക്കാല കണ്ട. അതാണ് കമായത്തി എന്ന് പറയുമ്പോഴേക്ക് അത് ഓർമ്മ വേണം. എന്താണ് വേറൊരാൾക്ക് വേണ്ടി എന്താക്കാനും പറ്റൂല, സ്വീകരിക്കാനും പറ്റൂല. ഒന്നും ഒരു നിലക്കും പറ്റൂല. ഇല്ല, ഒരു നിലക്കും പറ്റൂല. ശരീഅത്തിന്റെ മേന്മ തഖ്തവി, അത് തേടുന്നു 10 മഹാ അവളെ മാറ്റി നിർത്താൻ. ഇതിനെ തൊട്ട് എന്ന് പറഞ്ഞാൽ കണ്ടോ? നിക്കാഹിന്റെ ബാബിൽ പ്രവേശിക്കില്ല തൊട്ട്. നിക്കാഹി എന്ന് പറഞ്ഞാൽ എന്താലിക്കാന്ന് പറഞ്ഞാൽ പരിപൂർണമായി. എന്തുകൊണ്ട്? ലിമാ ഖുസിദ മിന്നാ മിനൽ ഹയാ, അവളിൽ നിന്ന് നാം കാക്ഷിക്കപ്പെടുന്നത് എന്താ? അവളെങ്ങനെ പിന്നെ ഈ മജ്‌ലിസിൽ വെച്ച് പറ്റോ? ഇല്ല. ഫത്മ മുറിക്കരി ഫത്മ ഖത്യ അവൾ പങ്കെടുത്തതായി രേഖയില്ലാത്തതുകൊണ്ട്. എന്ന് പറഞ്ഞാൽ ഏതെങ്കിലും സംഭവത്തിൽ ആര് കൈകൊടുത്തു എന്ന് ചോദിക്കുമ്പോൾ കുട്ടികൾ ലിസ്റ്റുണ്ടോ? എന്ന് പറഞ്ഞാൽ അവൾ കൈകാര്യം ചെയ്തതായി കാണുന്നില്ല. അർത്ഥം പറയാൻ പഠിക്കണം. ഏതെങ്കിലും ഒരു സംഭവത്തിൽ അങ്ങനെ കഴിഞ്ഞാ ആരാ കൈ കൊടുത്തത് മമ്മ എന്ന് പറഞ്ഞു കാണുന്നില്ല പോലും. പണ്ട് കാലം മുതൽക്കേ ഞാൻ എൻ്റെ മകളെ കെട്ടിച്ചു എന്ന അനുഭവം കാണുന്നില്ല. ഇതേ കാണുന്നില്ല. എല്ലായിടത്തും രക്ഷിതാക്കളെ ആണായിട്ടാണ് കാണുന്നത്. പറഞ്ഞെടുത്തല്ലോ നിർത്തി പറയുന്നുണ്ടല്ലോ. അൻഫിക്കാർ കെട്ടിക്കാൻ പറ്റും. അൻഫിക്കാർ ദലീൽ വേണ്ടാന്നല്ല, വലിയ വേണ്ട.
സ്വീകരിക്കാൻ ഭർത്താവിനൊക്കെ വക്കാലത്ത അത് പറ്റുമെന്ന് പറഞ്ഞിട്ടുണ്ടാ എങ്ങനെയാണെന്നറിയില്ല. കെട്ടിക്കൽ ജായിസാണ്, സാധാരണ അക്ക് തന്നെയാണ്. അതുകൊണ്ട് കെട്ടിക്കാൻ മനസ്സുണ്ടെങ്കിൽ വന്ന് കെട്ടിച്ചോ. അതിനുവേണ്ടി രംഗത്ത് വരികയും ചെയ്യാന്ന് മജ്‌ലിസിലേക്ക് തന്നെ വന്നിട്ട് മടിയുണ്ടെങ്കിൽ വക്കാലത്താക്കി വന്നാണ്. ഈ ഉൾപ്പെടെയും പല ഭാഗത്തുനിന്നും അൻപിക്കാർക്കാണുണ്ട്. നേരെ ഉസ്താദിനെ വിളിക്കുന്നു. പിന്നെ എൻ്റെ മകളെ കെട്ടിക്കാൻ ഞാൻ നിങ്ങളെ അധികാരപ്പെടുത്തിട്ടാ ഇല്ല ഉസ്താദ് കൊണ്ട് വച്ചു രംഗത്ത് വരാൻ മടിയുണ്ടെങ്കിൽ വെച്ചു. അൻപിക്കാർ കുറേ ദലീലിൽ നിർത്തുന്നുണ്ട്. വലിയ വേണ്ട എന്നുള്ളതിൽ വലിയ വേണ്ട, എന്തിനാണ് ഈ വലിയ, എന്തിനാണെന്നെല്ലാം പറഞ്ഞത് അൻപിക്കാർ സമർത്ഥം മുന്നേറുന്നുണ്ട്. കണ്ടാ നിക്കാഹിലൂടെയുള്ള വത്ത് സിനിയായിട്ട് കൂട്ടൂല. വലിയ ഉണ്ടായിട്ടില്ല എന്ന കാരണം കൊണ്ട് സിനിയായി പ്രഖ്യാപിക്കോ? ഇല്ല, പ്രഖ്യാപിക്കാൻ പറ്റില്ല എന്നാണ്. പറ്റില്ല. എന്തുകൊണ്ടെന്ന് പറഞ്ഞാൽ വലിയ ആളെ പരിഗണിച്ചിട്ട് ഈ മതവിനെ പരിഗണിച്ചിട്ട് സിനിയാക്കി മാറ്റൂല. സുഖത്തിൻ്റെ വത്ത് ആക്കി മാറ്റും. സാക്ഷി വേണ്ട പോലെ ഉണ്ട്. സാക്ഷിക്കത്തല്ല കളി. സാക്ഷി വേണ്ട മറ്റേതും വേണ്ട എന്ന് പറഞ്ഞാൽ അങ്ങനത്തെ മതവില്ല. അങ്ങനെ സിനിയായി മാറിപ്പോകും. എന്നാലും സിനിയാവില്ല എന്നാ നിഹായ പറയും. നാല് മതവിന്റെ പുറത്തെങ്കിലും ഉണ്ടല്ലോ സാക്ഷിയും വേണ്ട വലിയും വേണ്ട, അത് എത്തുന്നുണ്ട്. ഇത് സാക്ഷി ഉള്ളതോടുകൂടി ആരില്ല, പക്ഷേ വലമ്യാക്കും ഹാക്കിമും യുദ്ധലാനി. നിക്കാഹ് കഴിഞ്ഞ ഉടനെ ഹാക്കിമിനോട് പോയിട്ട് ചോദിച്ചു ഈ നിക്കാഹിന്റെ അവസ്ഥ എന്താണ്, ബാത്തിലാണ്, ഇനി രക്ഷയില്ല, മാറ്റം തന്നെ വേണം. അങ്ങനെ ഫത്വ കിട്ടിയിട്ടുമില്ല. എന്നാല് എന്താണ് ഹാക്കിമെങ്ങാനും ബാത്തിലാണ്, അത് കെട്ടിക്കുന്നതിന് മുമ്പേ പറഞ്ഞു കെട്ടിക്കല്ലേ. എന്നാല് ബദ് ചെയ്താലും ബദ് ചെയ്താലാണ് നിക്കാഹിന്റെ ശേഷം അല്ലെങ്കിൽ നിക്കാഹിന് മുമ്പേ പറഞ്ഞിട്ടുണ്ട് ഇങ്ങനത്തെ നിക്കാഹൊന്നും ശരിയാവൂല. നിക്കാഹ് കഴിച്ച വകയിൽ കെട്ടി അടിയൊന്നുമില്ല. ബദ് ചെയ്താല് ഒറിജിനൽ സിനിയായി മാറും. ഹാക്കിമിന്റെ ഹുക്കുമ് സംശയത്തെ ഉയർത്തിക്കളയും, അന്തിമമാക്കും. ഹാക്കിമിന്റെ ഹുക്കുമിന്റെ വിലയിലെ സിനിയാവും. ഇവിടെ ജിനി ആയിക്കഴിഞ്ഞാൽ അതാണുള്ളത്, അതില്ല. പരസ്യം ചെയ്തെങ്കിലും ശരി. മാലിക്കി മദ്ഹബിലുണ്ടല്ലോ, എന്താണ് മാലിക്കി മദ്ഹബില് സാക്ഷി തന്നെ വേണമെന്നില്ല. ഒന്നിക്കൽ സാക്ഷി അല്ലെങ്കിൽ വത്ത് തുടങ്ങുന്നതിന് മുമ്പ് എഴുതാൻ പരസ്യമായിട്ട് പറയില്ല. ഞാൻ അങ്ങനെ പുതിയ പണം ഇതാണ്, ഇന്ന പെണ്ണിന്റെ പുതുമാരൻ ഇയാളാണ്, ഏലാൻ പോണം. ഇവിടെ ഏലാൻ നടത്തിയിട്ടും പറയില്ല, അല്ല ഷാഹിദില്ല, അതുകൊണ്ട് ഏലാൻ മതിയില്ലേ, ഏലാൻ നടത്തിയില്ലേ. അതിന് ഷാഹിദിന്റെ പ്രശ്നമല്ലല്ലോ ഇവിടെ. വലിയില്ല, അതോടൊപ്പം ഒരു ഹാക്കിം ഹുക്മും ചെയ്ത് കളഞ്ഞല്ല. എന്ത് അതാ ഏലാനാക്കിയോ ആക്കിയിട്ടില്ലേ എന്നുള്ള കേസല്ല. ഏലാൻ മതിയോ ഷഹാദത്ത് തന്നെ വേണോ, അത് 9ാം നൂറ്റാണ്ടിലുണ്ട് ആ സംഭവം. ഏലാനുണ്ടല്ലോ, ഏലാൻ മതി എന്ന സംഭവം പറഞ്ഞത് 9ാം നൂറ്റാണ്ടിലാണ്. അത് ഇബ്നു ഖാസിമിൽ എഴുതി കൊടുക്കണം. ഇബ്നു ഖാസിമിൽ 2 സ്ഥലത്തതാ, 3-ാം വരിയിലും 8-ാം വരിയിലും ഏലാനിന്റെ കഥ. അതെ, 3-8 2 സ്ഥലത്ത് ഏലാനിന്റെ കഥ പറയും. അപ്പൊ എവിടെയെന്ന് പറഞ്ഞാൽ തപ്പു. 9-ാം ജുസ് 106 ആ സംഭവം എടുത്തു ധരിച്ചിട്ടുണ്ട്. മാലിക് ഇമാമ് ഷാഹിദ് ഷർത്താണ് എന്നല്ല പറഞ്ഞത്, ഇമ്മ ഷാഹിദാനി, ഒന്നുകിൽ 2 ഷാഹിദ്. അതുണ്ടെങ്കിൽ ഏലാൻ വേണ്ട. അതില്ലെങ്കിൽ പെണ്ണിനെ സമീപിക്കുന്നതിന് മുമ്പ് എന്ത് വേണം, ഏലാൻ വേണം. 9ാം നൂറ്റാണ്ട് ഇല്ലെങ്കിൽ വിചാരമായി മാറും. അപ്പോൾ അവിടെ 2 വലവുമായി ഏലാൻ, 3-ാം വരിയിൽ 8-ാം വരിയിലും ഇല്ലേ, അവിടെ 9ാം നൂറ്റാണ്ട് എന്നാ കൊടുക്കണം.
906 അത് ഉള്ളത്. ഇതുണ്ടാവും கொஞ்சம் മനസ്സിലായില്ലേ? എന്നെ മാലിക് റളിയല്ലാഹു തആല ലാ യഖൂലു ബിൽ ഇക്തിഫായി ബിഹി ഏലാൻ മതി എന്ന് പറഞ്ഞിട്ടില്ല. ഇല്ലാമൽ വലിയ വലിയില്ലാണ്ട് ഏലാൻ മതി എന്ന് പറഞ്ഞോ? വലിയുമില്ല ഷാഹിദും ഇല്ലെങ്കിലോ? അതിന്റെ ഉത്തരം അത് സിന തന്നെയാണ് എന്നാണ്. ബിലാ വലിയിന്റെ ചെറയിൽ നോക്ക്, ചെറുവൻ 6 ബിലാ വലിയിന്റെ ചെറ ഔബി വലിയും ബിലാ ഷുഹൂദി, ഔബി വലിയും ബിലാ ഷുഹൂദി. അമ്മൽ വത്തുകോ فإنه يوجب الحد لانتفاء شبهة اختلاف العلماء. മുഗനി തുഫൈം അങ്ങനെ പറയും, നിഹായ അങ്ങനെയല്ല പറയുന്നത്. അമ്മൽ വത്തു ഫീ നിക്കാഹ് ബിലാ വലി വലാ ഷുഹൂദി. ഇല്ല പോലും ദാവൂദ് ലാഹിരി പറഞ്ഞിട്ടില്ലേ? 5ാം മദ്ഹബ് തഖ്ലീദ് ചെയ്യൽ ഹറാമാണ്. 5ാം മദ്ഹബ് ഉണ്ടല്ലോ, ശൈഖ് ദാവൂദ് ലാഹിരി പറഞ്ഞിട്ടുണ്ട്. വലിയും വേണ്ട, അതുകൊണ്ട് നിഹായ പറയും ഹറാമേ വരുള്ളൂ, ദിനെ ആവൂല. നിഹായ വലിയൂല അവിടെ വായിക്ക് ഖിലാഫലി നിഹായ. അമൽ വത്തു ഫീ നിക്കാഹി ബിലാ വലി വലാ ഷുഹൂദി. ഒന്നുമില്ല. എന്റെ പിതാവ് പറഞ്ഞിട്ടുണ്ട് പോലും, അധികം വേണമെന്നുണ്ടെങ്കിൽ സിനാന്റെ ഭാഗം നോക്കുന്ന അധികം ഇപ്പോഴേ പറയാൻ കഴിയില്ല പോലും. ഫലാഹദ്ദ എന്ന് പറഞ്ഞാൽ വയസ്സം അഫ്താബിൽ വാലിദു എന്ന് പറഞ്ഞാൽ ലിഖൗലി ദാവൂദ് ലാഹിരി ബിസിഹത്തിഹി അതിനർമ്മ തഖ്ലീദുഹു എന്നാണ്. അത് തഖ്ലീദ് ചെയ്യണമെന്നോ അത് പ്രവർത്തിക്കണമെന്നോ ഒന്നും ഞമ്മൻ പറഞ്ഞിട്ടില്ല. എന്താണ് സിനാന്റെ നടപടി എടുക്കൂല, എടുക്കുക തന്നെ ചെയ്യുന്ന മുഗ്നിയും തൊഫീം പറയുന്നത്.